കല്യാണി, നീ വന്ന് വണ്ടി കയറും. ഇങ്ങനെ നനഞ്ഞു കുളിച്ച് വെയിലത്ത് നിന്നാ പനി പിടിക്കും. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ജോലിക്കാരിയും യജമാനന്മാരും ആയ ഇങ്ങനെ തന്നെ വേണം. എന്താ ഒരു സങ്കടം, എന്താ ഒരു കെയർ. ഞാൻ ഒരുത്തി ഇവിടെ വന്ന് കാത്തു കെട്ടി കിടന്നതിന് മാത്രം ഒരു വിലയില്ല. അയ്യോ, നന്ദനമ്മയുടെ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം അറിഞ്ഞതേയില്ല. നിർത്തടി, നിന്റെ നാടകമൊന്നും എന്റെ അടുത്ത് വേണ്ട. അവളൊരുത്തി ഇറങ്ങിയിരിക്കുന്നു ആണുങ്ങളെ കറക്കാൻ. മാഡം, ഞാൻ ആനന്ദേ, എനിക്ക് ഒരു കാര്യം അറിഞ്ഞാ മതി. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? അതാദ്യം പറ. ഒരു നിമിഷം. നിങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടി കല്യാണി ശയന പ്രദക്ഷിണം നടത്തിയായിരുന്നു ഇവിടെ. അതറിയാമോ നിനക്ക്? ഫാന്റാസ്റ്റിക്, വൗ, എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോഴേ മന്ത്രം കൊണ്ട് മാങ്ങ വീഴാറില്ല ആനന്ദേ. ഇവളിങ്ങനെ ശയന പ്രദക്ഷിണം ചെയ്തെന്ന് വെച്ച് എന്റെ മനസ്സ് മാറുന്നു കരുതരുത്. ദൈവത്തിനെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇങ്ങനെ ചില തട്ടിപ്പുകളൊക്കെ നടത്തും. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഈ നിശ്ചയം മുടങ്ങിയതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലൊരു പെടച്ചിലാ. എല്ലാ ദുഃഖങ്ങളും മാറ്റിത്തരണ ദേവിയായത്. ഈ നിശ്ചയം എങ്ങനെയെങ്കിലും നടക്കണം. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അതുകൊണ്ടാ ഞാൻ. ഓഹോ, ഈ നിശ്ചയം നടക്കാൻ വേണ്ടി എന്തും നീ ചെയ്യൂ അല്ലേ? ചെയ്യും. എന്തും? എന്തും ചെയ്യും മാഡം. കല്യാണിക്ക് വാക്കൊന്നേ ഉള്ളൂ. ശരി, എന്തു പറഞ്ഞാലും ചെയ്യുന്ന വലിയ വാക്കുകാരിയല്ലേ? എങ്കിൽ ആ കാണുന്ന കുളത്തിലേക്ക് ചെന്ന് ചാടാൻ പറ്റുമോ നിനക്ക് ഈ കല്യാണം നടക്കാൻ? എന്താടി, പറ്റില്ലല്ലേ? ഞങ്ങൾ ഒന്നാവാൻ എന്തും ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പെന്താ ഒരു പേടി പോലെ? നിലത്തുരുളുന്ന പോലെ അല്ല നിലയില്ല കയത്തിലേക്ക് ചാടുന്നത്. അതിന് ചങ്കൂറ്റം വേണം, ചങ്കൂറ്റം. വലിയൊരു വാക്കുകാരി വന്നിരിക്കുന്നു. സ്റ്റുപ്പിഡ്. ഞാൻ ചാടിയ ഈ കല്യാണം നടക്കോ? ഉറപ്പായിട്ടും. ഉറപ്പ്. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ ഈ നിശ്ചയത്തിന് ഞാൻ റെഡിയാ. നന്ദനയ്ക്കും ഇല്ല വാക്കുമാറുന്ന ശീലം. എങ്കിൽ ഞാൻ ചാടും ഇപ്പൊ തന്നെ. കല്യാണി, കല്യാണി നിക്ക്. കല്യാണി, കല്യാണി അവിടെ നിക്ക്. You bloody... കല്യാണി, നീ എന്താ കാണിക്കുന്നത്? കല്യാണി, കല്യാണി നിക്ക്. കല്യാണി, കല്യാണി നിക്ക്. കല്യാണി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കല്യാണി, അവിടെ നിക്കാനാ പറഞ്ഞ. കല്യാണി,
പറയുന്ന കേക്ക്. കല്യാണി അടങ്ങി ഇരി. കല്യാണി, കേട്ടോ? പറയുന്നത് കേക്ക്. വിട്, മാറ്. കല്യാണി എന്താ കാണിക്കുന്നേ? വിട്, കല്യാണി, എന്നെ വിടാൻ. എന്താ ഈ കാണിക്കുന്നത്? ഇങ്ങോട്ട് വരാൻ. കല്യാണി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നത്? എന്നെ അങ്ങ് വിട്ടുകൂടായിരുന്നു നിങ്ങൾക്ക്. ഞാൻ ചാടിയിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കുമായിരുന്നല്ലോ. അതോടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞേനെ. എല്ലാ പ്രശ്നങ്ങളും. തെറ്റ്. എന്തൊക്കെയാ പറയുന്നതിനുള്ള ബോധം വേണം. നിന്നെ പറ്റി അനാവശ്യം പറഞ്ഞതിന് അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ അവൾക്കൊന്ന് കൊടുത്തതാ. ഓർമ്മയുണ്ടല്ലോ? ഞാൻ നീ ആത്മഹത്യ ചെയ്താൽ ഉടനെ അവളെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്ന നീ കരുതുന്നുണ്ടോ? നടക്കില്ലത്. അവളെയും കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. അതേ നടക്കൂ. കല്യാണമല്ല, കാരാഗൃഹവാസം. അത് തന്നെ. വാവ്, സൂപ്പർ, ഓസം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വെറും അടുക്കളക്കാരിയായ നീ പറഞ്ഞ വാക്ക് പാലിച്ചു. അപ്പോ തന്ന വാക്ക് പാലിക്കാൻ ഞാനും ബാധ്യസ്ഥയാ. ജസ്റ്റ് എ മിനിറ്റ്, ഇപ്പൊ വരാം. വാക്കിന് വില കൽപ്പിക്കുന്ന ഈ നന്ദനിയും റെഡിയാണിപ്പോ. ഇവിടെ വച്ച് ഈ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഈ മഞ്ഞച്ചരട് എന്റെ കഴുത്തിൽ അണിയിക്കാൻ അരവിന്ദനോട് പറയണം നിങ്ങൾ രണ്ടുപേരും ഇപ്പോ. ഈ ക്ഷേത്രത്തിൽ നിന്നും നേരെ കല്യാണ പെണ്ണായിട്ട് തൃച്ചംബരത്തേക്ക് വരാൻ ഞാൻ റെഡി. കെട്ടാൻ പറ അനിയനോട് ഇപ്പൊ തന്നെ. ഏയ് നന്ദനൻ, നോ. ധൃതി വേണ്ട ഒന്നിനും. അമ്മയോട് സംസാരിച്ച് അനുവാദം വാങ്ങിയിട്ട് നമുക്കിത് നടത്തിയാ മതി. നന്നായി പോയി. അരവിന്ദിനെ പറ്റി നന്നായിട്ട് അറിയില്ലേ സ്വന്തം ചേട്ടന്? മിനിറ്റിന് മിനിറ്റിന് വാക്കും മനസ്സും മാറുന്ന ഇവനെയൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ആദ്യം താലികെട്ടി നടക്കട്ടെ, എന്നിട്ട് മതി ആന്റിയോട് പറയാൻ. ഇവൻ കാരണം എനിക്കുണ്ടായ മാനക്കേട് മുഴുവൻ മറന്നാ ഞാനിത് ആവശ്യപ്പെട്ടത്. താലി കെട്ടാൻ പറ.
കല്യാണിയോട് വാശി കാണിക്കാനല്ല ഞാനിപ്പോ താലി കെട്ടാൻ പറയുന്നത്. അരവിന്ദനോടുള്ള യഥാർത്ഥ ഇഷ്ടം കൊണ്ട് തന്നെയാ. ഇതെന്റെ കഴുത്തിക്കെട്ട് കെട്ടാൻ. അനിയും കുഞ്ഞെ, താലി കെട്ടാൻ അനിയും കുഞ്ഞെ. എല്ലാവർക്കും സന്തോഷാവുള്ളൂ. ഇത് പറ്റിയ മുഹൂർത്ത. ശരി, എങ്കിലായിക്കോട്ടെ. അരവിന്ദേ, അമ്മയോട് ഞാൻ പറഞ്ഞോളാം, നീ താലി കെട്ട്. കണ്ടില്ലേ, നന്ദനയ്ക്ക് ഇപ്പോഴും നിന്നോട് ആത്മാർത്ഥതയുണ്ട്. ഞാനല്ലേ പറയുന്നത്, താലിയിട്ട് നടക്കട്ടെ. കം ഓൺ, ഡു ഇറ്റ്. കെട്ടരവിന്ദേ, കെട്ടാൻ. സോറി ബ്രോ, എനിക്ക് പറ്റില്ല. അരവിന്ദേ, അരവിന്ദേ, അവിടെ നിൽക്കാൻ. കണ്ടില്ലേ, ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ? ഇതാണ് അരവിന്ദ് കൃഷ്ണൻ എന്ന ഫ്രോഡ്. ഒന്നുകിൽ സ്വയം തിരിച്ചറിവ് വേണം, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് വേണം. അവനത് രണ്ടുമില്ല. മടുത്തു എനിക്ക്. ദയവ് ചെയ്ത് എന്നോട് ഇക്കാര്യം പറഞ്ഞ് എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. മാഡം, അമ്മ എന്താ ഇവിടെ നിൽക്കുന്നേ? എന്തോ വലിയ ചിന്തയിലായിരുന്നു തോന്നല്ലോ. ഡിസ്റ്റർബൻസ് ആയോ? ഹേയ്, നത്തിങ്. ഏതൊരമ്മയ്ക്കാ പ്രിയപ്പെട്ട മകന്റെ സാന്നിധ്യം ഡിസ്റ്റർബൻസ് ആവുന്നത്? അല്ല, നീ ഇന്ന് നന്ദനെ കാണാൻ പോകുന്നു പറഞ്ഞിരുന്നല്ലോ, എന്തായി പോയിട്ട്? അതിനെക്കുറിച്ച് പറയാനാ ഞാൻ വന്നത്. നന്ദനയോട് ദേവീക്ഷേത്രത്തിലേക്ക് വരാനാ പറഞ്ഞത്. അവള് വന്നു. പക്ഷേ ക്ഷേത്രത്തിലേക്ക് ആദ്യം എത്തിയത് കല്യാണിയാ. നമ്മുടെ കുടുംബത്തിനും അരവിന്ദിനും വേണ്ടി നേർച്ച നടപ്പിലാക്കാൻ. നന്ദനയല്ലമ്മേ കുറ്റക്കാരി. തെറ്റ് മുഴുവൻ നമ്മുടെ അരവിന്ദിന്റെ ഭാഗത്താണ്. എന്തു പറഞ്ഞിട്ടും അവനങ്ങോട്ട് തലേ കയറുന്നില്ല. അവനെ എങ്ങനെ തിരുത്തണമെന്ന് ഇപ്പൊ എനിക്ക് കൺഫ്യൂഷനാണ്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാ ഞാനിപ്പോ അമ്മയുടെ അടുത്ത് വന്നത്.
എപ്പോഴും അധികം ലാളിക്കുന്ന മക്കള് പിഴച്ചു പോവും. അതാ അവന്റെ കാര്യത്തിൽ നിന്റെ അച്ഛന് പറ്റിയ തെറ്റ്. പാവം മനുഷ്യൻ. ലാളന കൂടിപ്പോയപ്പോ നിന്റെ അച്ഛന്റെ ഉപദേശവും എന്റെ ഭീഷണിയൊന്നും ഫലം കാണാതായി. അത്ര തന്നെ. ഇനിയിപ്പോ അവന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് ആനന്ദ്, അവനെ എങ്ങനെ വരുതി കൊണ്ടുവരാമെന്ന് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നിനക്കതുപോലെ അങ്ങ് ചെയ്യാൻ പറ്റുമോ? അമ്മ പറഞ്ഞു, ഞാൻ എന്തിനും തയ്യാറാ. അരവിന്ദ് കുടുംബത്തിന് ഉതകുന്ന മകനാകണം. പ്രത്യേകിച്ച് അമ്മയെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. അതിനെന്താ വേണ്ടെന്ന് അമ്മ പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാ. താങ്ക് യു മോനെ. അയ്യോ ചേച്ചി, ദേ തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ. അച്ഛനും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ആ സെക്യൂരിറ്റി അങ്ങളോട് പറഞ്ഞ ഒരു ഓട്ടോ വിളിപ്പിക്കട്ടെ. നമുക്ക് ഏതെങ്കിലും ആശുപത്രി പോവാം. അനിയൻകുട്ട, അതൊന്നും വേണ്ട. നീ ഇവിടെ വെറുതെ ഇരുന്നാ മതി. ഇതിപ്പോ മാറും. ഓ മാറും. ചേച്ചി എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. രാവിലെ അമ്പലത്തിൽ കയറി ഉള്ളാൻ പോയേക്കുന്നു. ഓരോ മെനക്കേട് കേസുകള്. അയ്യോ അനിയൻകുട്ട, അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. മക്കളെ, മക്കളെ, അയ്യോ ഇതെന്ത് പറ്റി? ചേച്ചിക്ക് പനിയാ. നല്ല ചുട്ടു പൊള്ളുന്നുണ്ടല്ലോ. ചെറിയ വിറയലും ഉണ്ട്. വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാ. അച്ഛൻ കാർ എടുത്തോണ്ട് വരാം. മോളെനിക്ക് വേണ്ട അച്ഛാ, അച്ഛനൊരു കഷായം ഇട്ട് തന്നാ മതി. അതും കുടിച്ച് ഒരാവിയും കൊണ്ടാ തീരാവുന്നതേ ഉള്ളൂ ഈ പനിയൊക്കെ. എന്നാലും രാവിലെ അച്ഛൻ പോകുമ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതെപ്പോഴാ തുടങ്ങിയത്? അനിയാ കുഞ്ഞ്, നീ എന്താ എന്നോട് വിളിച്ചു പറയാതിരുന്നു? അതിനീ പനി തനിയെ വന്നതല്ലല്ലോ അച്ഛാ, ഇതിനെ വിളിച്ചു വരുത്തിയതാ. രാവിലെ ക്ഷേത്രകുളത്തിൽ കുളിച്ചിട്ട് നനഞ്ഞ വേഷത്തിൽ ശൈന പ്രദക്ഷിണം. അപ്പോഴേ എനിക്കറിയായിരുന്നു പനി വരുമെന്ന്. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പെണ്ണുങ്ങളൊന്നും അങ്ങനെ ശയന പ്രദർശനം പതിവില്ലാത്തതാ. അല്ലെങ്കിൽ അത്രയ്ക്കും കടുത്ത നേർച്ചയായിരിക്കണം. നിനക്കിപ്പോ എന്താ അങ്ങനെ ഒരു അത്യാവശ്യം? അച്ഛാ, അത് ഞാൻ പിന്നെ. ആ ശരി ശരി, ഒരു കഷായം ഇടാം. പറഞ്ഞ പോലെ ഒരാവിയും കൂടി പിടിക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുമായിരിക്കും. എന്നിട്ട് നമുക്ക് നാളെ ആശുപത്രി പോകാം. അനിയൻകുട്ടാ, ചേച്ചിയെ നോക്കിക്കോളേ.